നമ്മുടെ പറമ്പുകളിൽ തണലുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കൂവ. കൂവക്കിഴങ്ങ് പോഷക സമൃദ്ധവും ആരോഗ്യകരവുമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. വെള്ളക്കൂവ, ബിലാത്തിക്കൂവ, രാജകൂവ എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന ഈ സസ്യം ഇംഗ്ലീഷിൽ ആരോറൂട്ട് എന്നറിയപ്പെടുന്നു. മാരാൻഡ അരുണ്ടിനേഷ്യ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് മാരാൻഡേസി സസ്യകുടുംബത്തിൽ പെടുന്നു. ഏകദേശം 1 മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ഇതിൻ്റെ ഇലകൾ ഓവൽ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പൂക്കൾ വളരെ ചെറുതും വെളുത്ത നിറത്തിലുള്ളവയുമാണ്. സാധാരണയായി പൂക്കൾക്ക് വലിയ ആകർഷണമില്ലെങ്കിലും അടുത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ലാളിത്യമുണ്ട്. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിലാണ് കൂവ നല്ല രീതിയിൽ വളരുന്നത്. ഭാഗിക നിഴൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ ഇതിന് ഏറ്റവും അനുയോജ്യമാണ്. ജൈവവള സമൃദ്ധവും നല്ല നീർവാർച്ച ഉള്ളതുമായ മണ്ണിലാണ് ഇത് മികച്ച വളർച്ച കാണിക്കുന്നത്. കുറഞ്ഞ പരിചരണത്തിൽ തന്നെ നന്നായി വളരുന്ന ഒരു സസ്യമാണ് കൂവ. ഇടയ്ക്കിടെ ജൈവവളം നൽകുന്നതിലൂടെ വളർച്ചയും കിഴങ്ങുകളുടെ ഗുണവും മെച്ചപ്പെടും. കീടങ്ങളുടെ ആക്രമണം കൂടുതലായി കാണാറില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ട കൂവ ഏകദേശം 8 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാൻ തയ്യാറാകും. മഞ്ഞളിലും ഇഞ്ചിയിലും കാണുന്നത് പോലെ ഇലകൾ പൂർണ്ണമായി ഉണങ്ങിക്കരിയുന്ന സ്വഭാവം സാധാരണയായി കൂവയിൽ കാണാറില്ല. കിഴങ്ങ് ചെറുതായി വിഭജിച്ച് നട്ടാണ് കൂവയുടെ വംശവർധന നടത്തുന്നത്. കൂവക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് പോലുള്ള പ്രധാന ധാതുക്കൾ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കൂവപ്പൊടി ഔഷധമായും ആഹാരമായും ഉപയോഗിക്കുന്നു. കൂവ പുഴുങ്ങിയത്, കൂവ പായസം, കൂവക്കുറുക്ക്, ഹൽവ, ബിസ്ക്കറ്റ് പോലെ വിവിധങ്ങളായ വിഭവങ്ങൾ കൂവ ഉപയോഗിച്ച് തയ്യാറാക്കാം. ശുദ്ധമായ കൂവപ്പൊടിയും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വിളവെടുത്ത കൂവ കഴുകി വൃത്തിയാക്കി പുറത്തെ തൊലി കളഞ്ഞ് അരച്ചെടുക്കുന്നു. ഇത് വെള്ളത്തിൽ പലതവണ കലക്കി തെളിയൂറ്റി അടിയിൽ അടിയുന്ന വെള്ളപ്പൊടി വെയിലത്തുണക്കിയാണ് കൂവപ്പൊടി തയ്യാറാക്കുന്നത്. വെറുമൊരു കിഴങ്ങുവർഗ്ഗമല്ല, ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധം കൂടിയാണ് കൂവ. നമ്മുടെ മണ്ണിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഇത്തരം നാടൻ ചെടികൾ ഇന്നു മറഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. വലിയ പരിചരണമില്ലാതെ തന്നെ വളരുന്ന ഈ ചെടി നിങ്ങളുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.